ഈശോ തൻ്റെ ജീവിതത്തെ നിർവചിക്കുന്നത് ഞാൻ അനേകർക്ക് മോചനദ്രവ്യമാകാൻ വന്നതാണ് എന്നാണ്. അധികാരത്തിന് തർക്കിക്കുന്ന ശിഷ്യരോട് പറയുന്നത് തൻ്റെ ഈ ജീവിതം അനുകരിക്കാനാണ്. അടിമയെയോ തടവുകാരനെയോ മോചിപ്പിക്കാൻ പകരം കൊടുക്കുന്ന പണമാണ് മോചനദ്രവ്യം. വധിക്കാൻ വിധിക്കപ്പെട്ടവന് പകരം ആ വിധി ഏറ്റെടുത്തപ്പോൾ കോൾബയും തെരുവിൽ അലഞ്ഞു തിരിഞ്ഞവർക്ക് അഭയം നൽകിയിട്ട് അവർക്കായി യാചിച്ച് തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ മദർ തെരേസയും ഒക്കെ ഇങ്ങനെ ജീവിതം പകരം കൊടുത്തവരാണ്. അവർ മാത്രമല്ല, മറ്റൊരാളുടെ സഹനത്തിന് ഇളവ് ലഭിക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഞാനും മോചനദ്രവ്യമാകുവാണ്. മറ്റൊരാളുടെ കുറവിനെ പരിഹരിക്കാൻ എന്തെങ്കിലും നോവ് ഏറ്റെടുക്കുമ്പോഴൊക്കെ ഞാനും ക്രിസ്തുവായി മാറുന്നുണ്ട്.